ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിക ലോകത്ത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച ഒരു വിഭാഗമാണ് സൂഫികൾ എന്നത്. പൊതുവെ ഈ പ്രസ്താവന മുസ്ലിം ലോകത്ത് സ്വീകരിക്കപ്പെടാറില്ല. കാരണം തസവുഫ് എന്നത് അല്ലെങ്കിൽ സൂഫി ധാരകൾ എന്നത് അരാഷ്ട്രീയമായ സാമൂഹികമായോ രാഷ്ട്രീയമായോ മുസ്ലിം ലോക ചലനങ്ങളിൽ പ്രത്യേകിച്ചൊന്നും കാര്യമായ സംഭാവനകൾ അർപ്പിക്കാത്ത വിഭാഗങ്ങളായിട്ടോ ആണ് പൊതുവെ കരുതപ്പെടാറുള്ളത്. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് പലരും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. കാരണം കാലങ്ങളായി, നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിൽ തന്നെ ശക്തമായ സംഭാവനകൾ അർപ്പിച്ച സൂഫി ഗ്രൂപ്പുകൾ പിന്നീട് അവരിലിടയിൽ വന്ന് സംഭവിച്ച ഒരുപാട് വഴിതെറ്റുകൾ, വ്യതിയാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ രൂപപ്പെടുകയും ആ പ്രശ്നങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ശക്തമായ സ്വാധീനമുണ്ടാവുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായി തന്നെ ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം സമൂഹം നൂറ്റാണ്ടുകളായി നേരിടുകയും ചെയ്ത ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ സൂഫി വിഭാഗങ്ങളെ, സൂഫി ത്വരീഖത്തുകളെ സംശയദൃഷ്ടിയോടുകൂടി കാണുവാൻ തുടങ്ങിയത്. ഇന്ന് ശരീഅത്തിൻ്റെ രീതികൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരുപാട് സൂഫി ഗ്രൂപ്പുകളുണ്ട്. ബാഷറ എന്ന് പറയപ്പെടുന്ന ശരീഅത്തിനനുസൃതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്ന് അവർ പ്രഘോഷിപ്പിക്കുന്ന, എന്ന് അവർ സംസാരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന വിഭാഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ബേഷറ എന്നറിയപ്പെട്ട ആൻറ്റിനോമിയൻ സൂഫികൾ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം പുലർത്താത്ത വിഭാഗങ്ങളും സൂഫി ധാരകളിൽ ഇന്ന് സജീവമാണ്. പലപ്പോഴും ഈ രണ്ടാമത്തെ വിഭാഗം ഓർഗനൈസ്ഡ് അല്ലാത്ത, അത്രയും സംഘടിതമല്ലാത്ത, സാമൂഹ്യ ജീവിതം നയിക്കാത്ത, ദർഗകളിലോ ഖാൻഖാഹുകളിലോ ഇങ്ങനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഷേഖന്മാർ മലാമത്തിയെ പോലുള്ള, കലന്തരി പോലുള്ള, ബെക്തഷി പോലുള്ള ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. ആ ഗ്രൂപ്പുകളെക്കുറിച്ചിട്ടാണ് പലപ്പോഴും, അതുപോലെയുള്ള ഗ്രൂപ്പുകളെക്കുറിച്ചിട്ടാണ് പലപ്പോഴും ബേഷറ ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയുണ്ട്. ബാഷറ ഗ്രൂപ്പുകൾ ഭൂരിപക്ഷവും സംഘടിതമാണ്. അത് സാമൂഹ്യ പ്രധാനമായ ജീവിത കാര്യങ്ങളിൽ ഇടപെടുകയും അത് മുസ്ലിം സൊസൈറ്റിയുടെ സോഷ്യൽ മൊബിലിറ്റിക്ക്, ചലനാത്മകതയ്ക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് അത് മുസ്ലിം ലോകത്ത് ഏറെക്കുറെ ആദരവ് പിടിച്ചുപറ്റിയ വിഭാഗമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം മുസ്ലിം ലോകം തന്നെ പൊതുവെ മോശമായി കരുതുന്ന കാര്യങ്ങളെ ഏറ്റുപിടിക്കുകയും അത് പിന്നീട് ഒരുപാട് മോശമായ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയ വിഭാഗവുമാണ്. ഈ പറയുന്ന രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് കിട്ടിയ മുസ്ലിം സൊസൈറ്റിയിലും അവർ പ്രചരിച്ച പ്രദേശങ്ങളിലും അവരുണ്ടാക്കിയ സ്വാധീനങ്ങളിലൂടെ ആ സ്വാധീനങ്ങളിലൂടെയും ഇവരെ നിരൂപിച്ച സൂഫി സ്റ്റഡീസ് സ്കോളേഴ്സും ഈ രീതികളെ ഭൗതികമായ ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അലൗകിക ചിന്തകളിൽ മാത്രം അഭിരമിക്കുകയും അതുപോലെ തന്നെ ദൈവപ്രേമം, അനുരാഗം എന്നൊക്കെയുള്ള വർത്തമാനങ്ങളുടെ കോംപ്ലിക്കേറ്റഡായ, സൊഫിസ്റ്റിക്കേറ്റഡായ ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ചിന്താധാരയ്ക്ക് കൂടുതൽ സൂഫി സ്റ്റഡീസ് രംഗങ്ങളിൽ നല്ല സ്വാധീനം ലഭിക്കുകയും ആ സ്വാധീനം ലഭിച്ചതിൻ്റെ ഭാഗമായി മുഴുവൻ സൂഫി വിഭാഗങ്ങളെയും അപ്പൊളിറ്റിക്കലായി, അരാഷ്ട്രീയമായി, സാമൂഹിക ബന്ധിതമല്ലാത്ത വിഭാഗങ്ങളായി കണക്ക് കൂട്ടുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ പറയുന്ന സൂഫി സ്കോളേഴ്സ്, സൂഫി സ്റ്റഡീസ് എക്സ്പേർട്സുകൾ, വിദഗ്ധന്മാർ
കാഴ്ചപ്പാടുകൾ എഴുതി വച്ചതിൻ്റെ ഭാഗമായും കൂടി തസവുഫിലെ തന്നെ ചിന്താധാരയെ സൂഫി ത്വരീഖത്തുകൾക്കെതിരെ മോശമായ അല്ലെങ്കിൽ അവരുടെ തന്നെ ചിന്താധാരയ്ക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ ചരിത്രത്തിൽ രൂപപ്പെടാനും കാരണമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില സൂഫി ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തന ഫലമായി തന്നെ തസവുഫിൻ്റെ ചിന്താധാരയ്ക്ക് എതിരെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ പഠിച്ചുകൊണ്ടുള്ള സൂഫി വിദഗ്ധന്മാരുടെ ചരിത്ര രചനകളും ഈ കാഴ്ചപ്പാടിനെതിരെ മോശമായ ഒരു ചിത്രീകരണം സൂഫികളെക്കുറിച്ചിട്ടുള്ള ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായ ഇവരുടെ പ്രവർത്തനങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ള വിമർശന പഠനം സൂഫികളെ ആകെ മൊത്തം ഒരു അലൗകികമായ അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന ചുരുക്കം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഈ വിഷയം രൂപപ്പെടുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂഫി ഗ്രൂപ്പുകൾ ഇസ്ലാമിക ലോകത്ത് ശക്തമായ രാഷ്ട്രീയമായ സാമൂഹികമായ സ്വാധീനം ചെലുത്തിയവരാണ്. ധാരാളം പണ്ഡിതന്മാർ അബു ഉമർ സുഹ്റവർദി എന്നറിയപ്പെടുന്ന അവാരിഫുൽ മആരിഫിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കിതാബ് എഴുതിയ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾക്കിടയിലെ അംബാസഡറായി നിലനിന്നിരുന്ന ഒരു മനുഷ്യൻ. വ്യക്തമായ രാഷ്ട്രീയധാരകളിൽ രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യനാണ് സുഹ്റവർദി സിൽസിലയിലെ പ്രമുഖ ഷെയ്ഖുമാരിൽ ഒരാളായി മാറിയ ഷിഹാബുദ്ദീൻ സുഹ്റവർദി എന്നറിയപ്പെടുന്ന അദ്ദേഹം. അതുപോലെ തന്നെ നക്ഷബന്ദി ത്വരീഖത്തുകളുടെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിരാജിച്ചിരുന്ന വിഭാഗമായിരുന്നു. ഈ ഗ്രൂപ്പ് തന്നെയാണ് ഇന്ത്യയിലെ ഡൽഹി സൽത്തനത്ത് പോലുള്ള മുസ്ലിം ഭരണ വംശങ്ങൾക്കിടയിൽ രാജകുടുംബങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനം നേടിയെടുത്തത്. സുഹ്റവർദി സിൽസിലയും അതുപോലെ തന്നെ നക്ഷബന്ദി സിൽസിലയും അധികാര രംഗങ്ങളിലോട് കൂടുതൽ ചേർന്ന് നിന്ന വിഭാഗങ്ങളാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർ അധികാരങ്ങളോട് കൂടെ ചേർന്നത് എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിം ഭരണകൂടങ്ങളുടെ പാട്രണേജ് സംരക്ഷണം ഏറ്റെടുത്തു, അവർ കൂടെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമല്ല. കാരണം ദഅവത്ത്, ഇസ്ലാഹ്, അതുപോലെ തന്നെ ഇവരുടെ വിദ്യാഭ്യാസം, പഠനം, ശിക്ഷണം എന്നൊക്കെ പറയുന്ന മേഖലകളിൽ ഒരു മുസ്ലിം ഭരണ നേതൃത്വത്തിൻ്റെ സഹായം കൂടുതൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വിഭാഗങ്ങളും കൂടിയായിരുന്നു അവർ. അതുമാത്രമല്ല, ഒരു ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ്, സാമൂഹികമായ രാഷ്ട്രീയപരമായ സങ്കല്പങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അധികാരമുള്ള ഭാഗത്ത് കൂടുതൽ ശക്തമായി ഭദ്രമായി തങ്ങളുടെ വിശ്വാസങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാനും കഴിയുമെന്ന് പറയുന്ന ധാരണയും ഈ പറയുന്ന സൂഫി ധാരകൾ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഷേഖ് അബ്ദാലിനെ പോലുള്ള ദുമ്രുൽ അബ്ദാലിനെ പോലുള്ള അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, യസവികളായ അഹമ്മദ് യസവിയുടെ ശിഷ്യഗണങ്ങൾ ഒരുപാട് പേർ, ഹാജി ബക്തഷി വലിയുടെ ശിഷ്യഗണങ്ങളായ ഒരുപാട് പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു അറബിയുടെ തന്നെ പണ്ഡിതനായ സദ്റുദ്ദീൻ ഖുനാമിയെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഇവരെല്ലാം തന്നെയും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തുടക്കത്തിൽ, അതായത് സൽത്തനത്ത്, ഈ എമിറേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു രാജഭരണ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പോലും ശക്തമായ ഒരു അധികാരത്തിൻ്റെ ബാക്ക് ബോണായി നിലനിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന സൂഫി പണ്ഡിതന്മാരുടെ കൂടെയുള്ള ശിഷ്യഗണങ്ങൾ ചില സന്ദർഭങ്ങളിൽ പാരാമിലിറ്ററിയായി മാറുവാനും അവരെ ഉസ്മാൻ്റെയും ഓർഹാനും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഉസ്മാനി ഭരണകൂടങ്ങൾക്ക് ഒരു സൈനിക ശക്തിയായി നിലനിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് സഫവികൾ എന്നറിയപ്പെട്ട ഷെയ്ഖ് സഫിയുദ്ദീൻ്റെ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് സുന്നി സയ്യിദി സൂഫി പണ്ഡിതനായ ഷെയ്ഖ് സഫിയുദ്ദീൻ്റെ പേരിനോട് ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ സഫവി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന ഷിഈ ഡൈനാസ്റ്റി രൂപപ്പെടുന്നത് തന്നെ.
ഒരു 15-14 നൂറ്റാണ്ടുകളിൽ തുർക്കുമൻ അലവി രാഷ്ട്രീയ പക്ഷക്കാരായ തുർക്കുമൻ വിഭാഗത്തിലെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന സഫവിയ എന്ന് പറയുന്ന സൂഫിധാരകൾ ശക്തമായ സ്വാധീനം നേടിയതിന് ശേഷമാണ് അതൊരു പിന്നീട് ഷിയഈ സൂഫിധാരയായി മാറുകയും ആ ധാരയുടെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഇസ്മായിൽ പിന്നീട് 1501 സഫവി ധാര ഇറാൻ ഭാഗത്ത് അധികാരം നേടുകയും അവിടെ പിന്നീട് 1736 വരെയുള്ള കാലങ്ങളിൽ ഭരിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ സഫവി ധാരയിലെ ഓരോ രാജാവും ഷാ എന്ന് സ്വയം വിളിക്കുന്ന ഷാ അബ്ബാസിനെ പോലുള്ള ഷാ ഹമാസ്മിനെ പോലുള്ള ഇവരെല്ലാം ഒരേ സമയം തന്നെ അവിടുത്തെ കിങ്ങും ഷഹൻഷായും അതുപോലെ തന്നെ അവരുടെ സൂഫി ഷെയ്ഖും കൂടിയാണ്. ഒന്ന് സയ്യിദി പാരമ്പര്യം, സഫവിയ ത്വരീഖത്തിൻ്റെ പാരമ്പര്യം, അതുപോലെ തന്നെ അധികാരം. ഈ 3 കാര്യവും ഒരുപോലെ നിലനിർത്താൻ എന്തു തന്നെയാണെങ്കിലും ഷിയഈ സൂഫി സിൽസിലയായ ഈ പറയുന്ന സഫവികൾക്ക് കഴിഞ്ഞു. അവരുടെ ഷഹൻഷാ രാജകുടുംബത്തിന് പോലും കഴിഞ്ഞു. അത്രത്തോളം സ്വാധീനം അവർക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത് സൂഫികളാണെങ്കിലും സൂഫികളിലെ ഷിയാക്കളാണെങ്കിലും സുന്നികളാണെങ്കിലും ഈ പറയുന്ന ഒരു ഡൈമെൻഷനെ അധികാരം എന്നതിനോട് മുസ്ലിം ജനസാമാന്യവുമായിട്ടുള്ള ഇടപെടലുകൾ എന്നതിനോട് അവർക്ക് ചേർത്ത് വെക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നീട് ചിസ്തിയ സിൽസില ആവട്ടെ, അതുപോലെ തന്നെ സുഹ്റവർദി സിൽസില ആവട്ടെ, ഇവരെല്ലാം തന്നെ നക്ഷബന്ദി സിൽസിലയും ഖാദിരിയ സിൽസിലയും അടക്കമുള്ള ഏകദേശം എല്ലാ സിൽസിലകളും അവരേതത് നാടുകളിലാണോ അവർ പ്രവർത്തിക്കുന്നത് ആ നാടിൻ്റെ യാഥാർത്ഥ്യ ബോധമനുസരിച്ച് കൊണ്ടാണ്, അവിടുത്തെ പരിസ്ഥിതികളുടെ സാഹചര്യം അനുസരിച്ച് കൊണ്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണം സുദോക്കോ ഖിലാഫത്ത് പോലുള്ള, ഉസ്മാൻ ദാഫോദിയോ പോലുള്ള, അബ്ദുൽ ഖദർ ജസാഇരിനെ പോലുള്ള അൾജീരിയയിലെ നേതാക്കന്മാർ, അതുപോലെ ഇമാം ഷാമിൻ പോലുള്ള ചെച്നിയയിലെ നക്ഷബന്ദി നേതാക്കന്മാർ, ഇങ്ങനെയുള്ള എല്ലാവരും നല്ലൊരു ശതമാനം സൂഫി സിൽസിലയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. ഉസ്മാൻ ദാഫോദിയോ ഖിലാഫത്ത് സ്ഥാപിച്ച ആളാണ്. ഉമർ അൽ തൂലി എന്നറിയപ്പെടുന്ന സെനഗൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആൾ സൂഫി ഷെയ്ഖായിരുന്നു. അദ്ദേഹം അവിടെ ഖിലാഫത്ത് സ്ഥാപിച്ച ആളായിരുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം അല്ലെങ്കിൽ കൊളോണിയൽ വിരുദ്ധ പോരാട്ടം രൂപപ്പെടുത്തുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ തഹ്രീർ എന്ന് പറയുന്ന കിതാബിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ സാമൂതിരിയുടെ കീഴിൽ അണിനിരത്തി അവർക്കെതിരെ, പോർച്ചുഗീസിനെതിരെ പോരാടുവാൻ കിതാബ് എഴുതിയ ആളാണ്, ഫത്തുവ പുറപ്പെടുവിച്ച ആളാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ഇതേപോലെ തന്നെ പോർച്ചുഗീസുകാർക്കെതിരെ തുഹഫത്തുൽ മുജാഹിദ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട കിതാബിൽ എഴുതിയ ആളാണ്. ഇവരൊക്കെയും ചിശ്തി, ഖാദിരി, സൂഫി സിൽസിലകളുടെ കണക്ഷനുള്ള പണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ സയ്യിദി മമ്പുറം തങ്ങൾമാരുടെ ഫാമിലിയും അവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അലവി തങ്ങന്മാർ, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളും സയ്യിദ് അലവി തങ്ങളും, പിതാവ് സയ്യിദ് അലവി തങ്ങൾ പോലും, ഇവരുടെയും കോൺട്രിബ്യൂഷൻ, ഇവരും ബാലവി ത്വരീഖത്ത് എന്നറിയപ്പെടുന്ന തെരീമിലെ ഹദറമൗത്തിലെ ആ ത്വരീഖത്തുമായി കണക്ഷനുള്ള ആൾക്കാരാണ്. ഇത്രത്തോളം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് അവർക്ക് ആവേശം നൽകുന്നത് അവരുടെ സൂഫി ത്വരീഖത്തുകളുടെ സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായിട്ടും കൂടിയാണ്. ഖിലാഫത്ത് സ്ഥാപിക്കുവാൻ ഉസ്മാൻ ദാഫോദിയനെ പോലുള്ള, ഉമർ അൽ തൂലിനെ പോലുള്ള ആൾക്കാർക്ക് ഊർജം നൽകിയതും അവർ സ്വീകരിച്ചിരുന്ന ത്വരീഖത്ത് അതത് നാടുകളിൽ ഉണ്ടായ സ്വാധീനം മുഖേനയാണ്. സനൂസി പ്രസ്ഥാനം, ഇറ്റാലിയൻ ഫ്രഞ്ച് സൈന്യത്തിനെതിരെ മഹദി പ്രസ്ഥാനം, മുഹമ്മദ് അൽ മഹദി സുഡാനിൻ്റെ ഭാഗത്തും, അതുപോലെ തന്നെ അതേ കാലത്ത് തന്നെ സനൂസി പ്രസ്ഥാനം സുഡാനിലും ലിബിയയിലും സുഡാനിലുമായി രൂപപ്പെട്ട ഈ 2 പ്രസ്ഥാനങ്ങൾ അത് ബ്രിട്ടീഷ് ഇറ്റാലിയൻ ഫ്രഞ്ച് കൊളോണിയൽ പവറിനെതിരെ രൂപപ്പെട്ട സൈനിക സാമൂഹിക പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന സനൂസി പ്രസ്ഥാനവും മഹദി പ്രസ്ഥാനവും. ഇവരും അതിൻ്റെ അവസാന ഭാഗമാണ് ഉമറുൽ മുഖ്താർ എന്ന് പറയപ്പെടുന്ന ഷെയ്ഖ്, പ്രധാനപ്പെട്ട അറേബ്യയിലെ സിംഹം അല്ലെങ്കിൽ ലിബിയയിലെ സിംഹം എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഉമറുൽ മുഖ്താർ പോലും. അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഈ കോൺട്രിബ്യൂഷൻ എല്ലാം ഇവരുടെ ഇസ്ലാമിക
മുസ്ലിം സൊസൈറ്റിയുടെ മൊബിലിറ്റിനെ, ചലനാത്മകതയെ നിയന്ത്രിക്കാൻ അവർ സ്വീകരിച്ചു വന്ന സൂഫി ധാരകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. തസവുഫ് എന്നത് അലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം പറയുന്ന, അരാഷ്ട്രീയപരമായി മാത്രം ജീവിക്കുന്ന, സാമൂഹ്യ ബന്ധിതമല്ലാത്ത കാര്യങ്ങളിൽ മാത്രം ഊന്നുന്ന വിഭാഗമായി കരുതരുത്, മനസ്സിലാക്കരുത് എന്നതുകൊണ്ടാണ്. എന്താണ് ഈ പറയുന്ന ഇവരുടെ ഈ ആക്ടിവിസത്തിന് ഇവരെ പ്രചോദിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഇന്നും നല്ല നോർത്ത് ആഫ്രിക്കൻ, വെസ്റ്റ് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ, പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം, ഈ സെൻട്രൽ ഏഷ്യൻ പ്രദേശങ്ങളിലെല്ലാം, യൂറോപ്പിൻ്റെ നല്ല ശതമാനം പ്രദേശങ്ങളിലെല്ലാം സൂഫി ഗ്രൂപ്പുകൾക്ക് ശക്തമായ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ചില ഉത്തരങ്ങളുണ്ട്. ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഒന്ന് തൗഹീദാണ്. തൗഹീദ് എന്ന് പറയുമ്പോൾ സകലതും അള്ളാഹുവിന് സമർപ്പിക്കുന്ന, അള്ളാഹു ആണ് തൻ്റെ പ്രണയി, അല്ലെങ്കിൽ അള്ളാഹു ആണ് തൻ്റെ എല്ലാം എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിലും മറ്റൊരാളുടെ ഭീഷണിയെയും മറ്റൊരാളുടെ വെല്ലുവിളിയെയും മറ്റൊരാളുടെ അക്രമത്തെയും തെല്ലും ഭയപ്പെടാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു മനപ്പൊരുത്തം, മനധാഠ്യം ഇവർ രൂപപ്പെടുത്തുവാൻ ഈ തൗഹീദി കൺസെപ്റ്റ് കൊണ്ട് ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അവിടെയും രൂപപ്പെടുന്നത് അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ അള്ളാഹുവിന് മാത്രമായിട്ട് ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരാളും എൻ്റെ മുന്നിൽ വരില്ല എന്ന് പറയുന്ന ആ സ്നേഹത്തോടും ആ സമർപ്പണത്തിൽ നിന്നും രൂപപ്പെടുന്ന ആ ഒരു സാഹചര്യമാണ് ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ സകലവിധ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആവേശം കൊടുക്കുന്നത് ഈ തൗഹീദും ഈ ലാ ഇലാഹ ഇല്ലല്ലയും. അതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഏറ്റെടുത്തതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. സയ്യിദ് അബുൽ അല മൗദൂദി പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലെയും ഫിറൗനിനെയും അബൂജാഹിലിനെയും ഏറ്റുമുട്ടാത്ത ഒരു ദീനിനെ, ഒരു ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് മൗലാന മൗദൂദി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആശയം തന്നെയാണ് ഈ പറയുന്ന സൂഫി ത്വരീക്കത്തുകളും അതത് കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ ഔന്നത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ അവരെയും പ്രചോദിപ്പിച്ചത്. മറ്റൊന്ന്, ഈ സുജൂദ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമർപ്പണം അവൻ്റെ നെറ്റിത്തടം ഭൂമിയിൽ വെക്കുമ്പോഴാണല്ലോ. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും സുജൂദ് ചെയ്യുകയില്ല എന്ന് പറയുന്ന ആ ബോധത്തിൽ നിന്നാണ് അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയില്ല എന്ന് പറയുന്ന ബോധം സൂഫികളിൽ ജന്യമായത്, വളർന്നു വന്നത്. അതാണ് അവരെ ഏറ്റെടുക്കാനും അവരെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് തങ്ങളുടെ ഹൃദയം പല ഖുർആനിക സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പഠിപ്പിച്ചതുപോലെ മനസ്സും ശരീരവും അള്ളാഹുവിന് വിറ്റ വിശ്വാസികൾ എന്നതിൽ നിന്ന് അവർ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തന്നെ അള്ളാഹുവിന് വിൽക്കുന്ന, അതിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് തന്നെ സ്വയം സമർപ്പിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സൂഫി പോയട്രികൾ, കവിതകളിലും അവരുടെ ഗദ്യ രചനകളിലുമെല്ലാം എപ്പോഴും നമുക്ക് കൽബ്, നഫ്സ് പോലുള്ള പദപ്രയോഗങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവിന് അങ്ങോട്ട് സമർപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ. ഈ ഒരു സമർപ്പണം ആ വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഊർജം, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻസ്പിരേഷൻ, ആവേശം. ഈ ആവേശത്തിൻ്റെ പുറത്താണ് ഭൗതിക ലോകത്തുണ്ടാവുന്ന ഏതൊരു പ്രശ്നങ്ങളെയും അവർക്ക് വെല്ലുവിളിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അന്നൊക്കെയും അവർ കരുതിയിരുന്നത് ജിഹാദിന് പോവുകയാണെങ്കിൽ, അത് വിജയിച്ച് വരികയാണെങ്കിൽ മുജാഹിദായി മാറുന്ന, ഗാസിയായി മാറുന്ന, അതുപോലെ തന്നെ അതിൽ തിരിച്ചു വരാൻ കഴിയുന്നില്ലെങ്കിൽ ഷഹീദായി മാറുന്ന ഒരു കാഴ്ചപ്പാട്. അത്രത്തോളം രണ്ടും വിജയകരമായി മാറുന്നു ഒരു വിശ്വാസിയുടെ ജീവിതം എന്നാണ് അവർ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് പോലെ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടാൽ കൂടുതൽ പഠിക്കുവാൻ, അതുപോലെ തന്നെ നാട്ടിൽ പുറത്താക്കിയാൽ അതും ഒരു സൗഭാഗ്യമായി മാറുന്നു, അദ്ദേഹത്തെ വധിച്ചാൽ ഷഹീദായി മാറുന്നു. ഇങ്ങനെ തരത്തിലുള്ള എന്തും നേരിടുന്ന, ഈ പരീക്ഷണ മാർഗത്തിൽ ലഭിക്കുന്ന എന്തും
അത് വിശ്വാസിക്ക് ധന്യമായി മാറുന്ന ഒരു സാഹചര്യം എന്ന രീതിയിലാണ് അവർ ജീവിതത്തെ കണ്ടത് തന്നെ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മുന്നിൽ കടന്നു വരുന്ന എല്ലാത്തരം വെല്ലുവിളികളെയും ഭീഷണികളെയും ധൈര്യത്തോടു കൂടി അവർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഹുബ്ബ് അല്ലെങ്കിൽ ഇഷ്ക് പോലുള്ള ആശയങ്ങൾ ഇവരുടെ പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത്? അള്ളാഹുവിനോടും റസൂലിനോടും ഇസ്ലാമിനോടുമുള്ള ആ പ്രേമം, ആ അനുരാഗം അതിൻ്റെ ഒരു അത്യുന്ന ഭാവം എന്ന നിലയിലാണ് ഇഷ്ക് എന്നുള്ള പദത്തെ അവർ ഏറ്റെടുക്കുന്നത്. ആ ഇഷ്കിൽ ജീവിക്കുന്നവർ മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നു. ഒന്നിനെയും ഏറ്റെടുക്കാതെ തന്നെയും തൻ്റെ ചിന്തകളെയും ശരീരത്തെയും മനസ്സിനെയും അടക്കം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ ഫന എന്ന് പറയുന്നത്. അതിൽ അള്ളാഹുവിനുള്ള പ്രേമത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഇസ്ലാമിനുമോടുമുള്ള പ്രേമത്തിൽ ലയിച്ച് തീരുന്ന ആ ഫനയുടെ സാമൂഹിക രാഷ്ട്രീയ ബന്ധം അവിടെയാണുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളായ ഖുർആനിലും ഹദീസിനും വിരുദ്ധമായ ഒരു കാര്യം വരുമ്പോൾ, അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ആ പ്രശ്നത്തെ ഭയം നോടാതെ നെഞ്ചുറപ്പോടുകൂടി നേരിട്ട് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞത്, അവരെ പ്രേരിപ്പിച്ചത് ഈ ഹുബിന്, ഈ ഇഷ്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിദ്മത്ത്, അതായത് സേവന പ്രവർത്തനങ്ങളിലൂടെ, വെൽഫെയർ ആക്ടിവിസത്തിൽ കൂടി, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം ജനസമൂഹത്തിനിടയിലും അതുപോലെ തന്നെ പൊതുജനസമൂഹത്തിനിടയിലും നല്ല വ്യക്തമായൊരു സ്വാധീനം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? അള്ളാഹ് തരുന്നു, അത് തൻ്റെ കയ്യിൽ ഒതുക്കാതെ അള്ളാഹുവിൻ്റെ തന്നെ മഖ്ലൂക്കീങ്ങളായ മനുഷ്യന്മാരിലേക്കും പ്രപഞ്ചത്തിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു. അള്ളാഹ് തരുന്ന വിജ്ഞാനം മറ്റു പലരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അള്ളാഹ് തരുന്ന സമ്പത്ത് മറ്റു പലരിലേക്കും എത്തിക്കേണ്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ തരത്തിലുള്ള ഹിദ്മത്ത്, ഒരു സാമൂഹ്യ സേവനമുള്ള, വെൽഫെയർ ബോധമുള്ള ഒരു കാഴ്ചപ്പാടാണ് സൂഫി ത്വരീഖത്തുകൾ നല്ലൊരു ശതമാനം കീപ്പ് ചെയ്തത്. ആ ഒരു ചിന്ത അവരെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഒന്നിച്ച് മറ്റുള്ളവരുമായി ഘടിപ്പിച്ച് നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത വതവാ സോബുൽ ഹഖ് വതവാ സോബു സബർ എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ ഒരു വിശദീകരണമാണ്. കാരണം വൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാ സോബുൽ ഹഖ് വതവാ സോബു സബർ എന്ന് പറയുന്ന സൂറത്തുൽ അസറിൻ്റെ ആ വിശദീകരണം, അതായത് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന, അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും സ്ഥൈര്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന വിശ്വാസ സമൂഹമായി മാറുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇത് സ്വന്തത്തോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഉപദേശിക്കുന്ന പരസ്പരമുള്ള ഉപദേശത്തെയാണല്ലോ ഖുർആൻ അവിടെ പരാമർശിക്കുന്നത്. ഇത് അവരുടെ ജീവിതത്തിലെ നിത്യഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സംഘമായിട്ടുള്ള യാത്രകളിൽ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നാൽ അവിടുത്തെ ജനങ്ങളിൽ ദഅവത്തോ ഇസ്ലാഹോ നടത്തുവാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഉണ്ടാവുന്നത് ഒരു പാരസ്പര്യ ബോധത്തിൽ നിന്നാണ്. അതുണ്ടാവുന്നത് ഒരു സാമൂഹികമായി ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക നീതിയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം തൻ്റെ കൂടെയുള്ളവരും തൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ആ ബോധത്തിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന തവാസി എന്നറിയപ്പെടുന്ന പരസ്പരമുള്ള ഉപദേശ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ നസീഹത്ത് എന്നത്, ഈ ഉപദേശം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിച്ചതായും നമുക്ക് കാണാൻ കഴിയും. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം ഗസാലിയുടെ നസീഹത്തുൽ മുലൂക്ക് എന്നറിയപ്പെടുന്ന രചന, രാജാക്കന്മാർക്കുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. കാരണം ഭരണാധിപന്മാരോട് അവർക്ക് ആവശ്യമായുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതോടുകൂടി ആ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ഭരണതലം രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്ന് പറയുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആ രചന പോലും ഉണ്ടാവുന്നത്. അന്ന് സെൽജൂക്കി കാലഘട്ടത്തിലാണല്ലോ ഇമാം ഗസാലിനെ പോലുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നത്.
ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ രചനകൾ പോലും എഴുതുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന നസീഹത്തോടു കൂടി, നസീഹത്ത് എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്കൽ ടൂളായി മാറുന്ന ഒരു സാഹചര്യം ഈ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെ ഇതേ വിവിധ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. നിസാമുൽ മുൽക്കിൻ്റെ സിയാസത്ത് നാമ പോലും ഭരണരംഗത്ത് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിലുള്ള രചനകളുടെ ആശയങ്ങളാണ് ഈ സിയാസത്ത് നാമ എന്ന് പറയുന്ന രചനയിൽ പോലും ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരസ്പര്യമുള്ള ഉപദേശം എന്ന് പറയുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ തന്നെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നസീഹത്തുൽ മുലൂക്ക് പോലുള്ള രചനകൾ സൂഫികളെ പോലുള്ള സൂഫി പണ്ഡിതന്മാർ എഴുതാൻ അവരെ പ്രചോദിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ ഇവരുടെ തൗഹീദിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന്, അതിനുശേഷം ഹുബ് എന്ന് പറയുന്ന വിശാലമായ അർത്ഥമുള്ള, ഇഷ്ക് എന്ന് വിശാലമായ അർത്ഥമുള്ള ആ ഒരു പ്രത്യേക സവിശേഷമായ പദാവലികളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആശയങ്ങളും ചിന്തകളും പറിച്ചു നൽകുവാൻ കഴിഞ്ഞ ആ ഒരു വിശാലമായൊരു ലോകമാണ് സൂഫികൾ മുസ്ലിം ലോകത്ത് കാണിച്ചു വെച്ചത്. ഇതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ഇത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായി ഇടപെടാൻ കഴിയാത്തവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത് ഖൈർ മുഅ്മിൻ എന്നത് പറയുന്നത് ജനങ്ങളുമായി കൂടുതൽ ഇടപെട്ട് ജീവിക്കുന്നവനാണ് കൂടുതലായ നല്ലവനായ ശ്രേഷ്ഠനായ മുഅ്മിൻ എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയൽക്കാരനോടും സാമൂഹ്യ ജീവിതത്തോടുമുള്ള ഇടപെടലിൽ സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ തന്നെയാണ് സൂഫികളായ ആൾക്കാരിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത്. ആ സ്വാധീനമാണ് നമ്മളിലും കൂടുതൽ ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ടാണ് ആധുനിക പ്രസ്ഥാനങ്ങൾ, ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലുള്ള ആധുനിക പ്രസ്ഥാനങ്ങൾ സൂഫി ടെർമിനോളജികൾ തന്നെ കടമെടുത്തതെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അൽ മുർഷിദുൽ ആം അല്ലെങ്കിൽ ഇർഷാദ് എന്ന് പറയുന്ന പദപ്രയോഗം ഇവരുടെ പ്രധാന ഓഫീസുകളുടെ അധികാര കേന്ദ്രങ്ങളുടെ പ്രധാന ടേമാണ്. എന്തുകൊണ്ടെന്നാൽ ഇമാം ഹസനുൽ ബന്ന തന്നെ ഹസഫി ത്വരീഖത്തിൻ്റെ, ഷാദുലി ത്വരീഖത്തിൻ്റെ ബ്രാഞ്ചായ ഹസഫിയ ത്വരീഖത്തിൻ്റെ ഒരു മുരീദ് തന്നെയായിരുന്നു, ശിഷ്യനായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൂഫി ത്വരീഖത്തുകളുടെ ശക്തമായ ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഖ്വാൻ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനത്തിൽ ഹഖീഖ സൂഫിയ എന്ന് പറയുന്ന ഭാഗം തന്നെ അദ്ദേഹം അത് ചേർത്ത് വെക്കുന്നുണ്ട്. അതാണ് സൂഫി യാഥാർത്ഥ്യ ബോധം ഉണ്ടാവേണ്ടതുണ്ട്. സൂഫികളുടെ ആ ഒരു ആധ്യാത്മിക ചിന്ത നമ്മളിലേക്ക് പറിച്ചു നടുമ്പോഴാണ് കൂടുതൽ ഡൈനാമിക്കായ, പ്രൊഡക്റ്റീവായ, പ്രോ ആക്റ്റീവായ ഒരു വിഭാഗമായി വളരുവാൻ കഴിയുക എന്ന് തന്നെയാണ് ഷെയ്ഖ് ഹസനുൽ ബന്ന ആ ഡെഫിനിഷനിലൂടെ എല്ലാം പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെ മൗലാന മൗദൂദിയുടെയും ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സൊസൈറ്റിയിലെ ആത്മീയ വളർച്ചകളിൽ ആ ഒരു വൈചാരിക ഇസ്ലാമിൻ്റെ ആശയപരമായ വൈചാരിക തലങ്ങൾ നിലനിർത്തുന്നതിൽ സൂഫി ധാരകൾക്ക്, തസവുഫിന് ശക്തമായ സ്വാധീനമുണ്ടായിട്ടുണ്ട് എന്ന് മൗലാന മൗദൂദിയും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും കൂടി അതിൽ നിന്ന് രൂപപ്പെടുന്നു. അത്രത്തോളം തസവുഫ് വിശ്വാസിയുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായൊരു ധാരണയും ഉണ്ടാവേണ്ടത് അനിവാര്യമെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.